തേങ്ങ, തൈര് എല്ലാം കൂടെ ചേർന്നിട്ട് പുളിയും മധുരം. ബീറ്റ്റൂട്ടിന് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, പക്ഷെ അത്രയ്ക്കൊന്നും അറിയാമൊന്നുമില്ല. തേങ്ങ നല്ല ടേസ്റ്റാണ്, തൈര് നല്ല ടേസ്റ്റുണ്ട്, ടേസ്റ്റ്. അപ്പോൾ ട്രൈ നോക്കാം. ബീറ്റ്റൂട്ട് കിച്ചടി. 1 കപ്പ് ഗ്രേറ്റഡ് ബീറ്റ്റൂട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് 1/2 കപ്പ് തേങ്ങ തിരുമിയതും 1/4 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളകും കൂടി ഇട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഞാനൊരു 7 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ് ചെയ്താണ്ട് പെട്ടെന്ന് വേവും. അപ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഒരു 1-2 മിനിറ്റ് അതിലിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ പച്ചച്ചവ തേങ്ങയുടെ നിന്ന് മാറാൻ വേണ്ടി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. തേങ്ങയുടെ പച്ചച്ചവ ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഒഴിക്കുകയാണ്. കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കടുക് തളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഒരു പാത്രം ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് പൊട്ടിച്ചു. അതിനുശേഷം അതിലേക്ക് ഇച്ചിരി കറി ലീവ്സും 2-3 വറ്റൽമുളക് മുറിച്ചിട്ട് മൂപ്പിച്ച് കിച്ചടിയുടെ പുറത്തോട്ട് ഒഴിച്ച് നമ്മുടെ കിച്ചടി റെഡിയായി. അങ്ങനെ കണ്ടോ, ബീറ്റ്റൂട്ട് കിച്ചടി റെഡിയായി. കിച്ചടി ഏതൊക്കെ വെച്ചും ഉണ്ടാക്കും. പല കായകൾ, പല വെജിറ്റബിൾസ് ഒന്നിച്ചാക്കിയും ഉണ്ടാക്കാൻ പറ്റും. കിച്ചടിയും പച്ചടിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാം. കിച്ചടിക്കകത്ത് നമ്മൾ പൈനാപ്പിളൊക്കെ ഉണ്ടല്ലോ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്ത് വേണം ഉപയോഗിക്കാം. പക്ഷേ കിച്ചടി മോസ്റ്റ്ലി നമ്മൾ വെജിറ്റബിൾസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ തിക്കായിരിക്കും കൺസിസ്റ്റൻസി. മറ്റേതും അതുപോലെ തന്നെയാണ്. പച്ചടി ചില സമയത്ത് സ്വീറ്റ്നെസ് ഫീൽ ചെയ്യത്തില്ലേ. മാമ്പഴമൊക്കെ വെച്ചുണ്ടാക്കും, പിന്നെ ക്യാരറ്റ് വെച്ചുണ്ടാക്കും. ഇതിന് പക്ഷേ ഫ്രൂട്ട്സ് ഉണ്ടാക്കത്തില്ല, വെജിറ്റബിൾസ് മാത്രമേ കിച്ചടിക്കകത്ത് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക. ഇതിലേക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ. അവനിങ്ങനെ കൊതിച്ച് നിൽക്കുക അതിന് മുമ്പിൽ. പിന്നോന്ന് അറിയത്തില്ല, നോക്കാം. ബീറ്റ്റൂട്ടാണ് ഇഷ്ടപ്പെടുന്നത്. ബീറ്റ്റൂട്ട് കിച്ചടി അവന് ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണം. ഹാപ്പി ആവും.